ഞാനിപ്പോൾ ബാംഗ്ലൂർ ബനശങ്കരി അമ്പലത്തിൻ്റെ മുന്നിലാണ്. വലിയൊരു അമ്പലമാണ്. ഇവിടെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ വന്നിട്ട് വിളക്കെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നടക്കും എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ബനശങ്കരി അമ്പലത്തിൽ നിന്നും നേരെ പോകുന്നത് ചിക്പേട്ട സൺഡേ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുള്ള വലിയൊരു മാർക്കറ്റാണ് കേട്ടോ, ചിക്പേട്ട മാർക്കറ്റ്. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്ട്രീറ്റിലാണ് കച്ചവടം ഉള്ളത്. കുറേ മലയാളികൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ മലയാള ശബ്ദം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാം. പക്ഷെ ആളെ കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ സ്ട്രീറ്റ് കച്ചവടമാണ് കേട്ടോ. നമ്മൾ വില പേശി സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ നല്ല റേറ്റ് കുറവിൽ കിട്ടും. ബൂട്ടൊക്കെ മേടിക്കണം എന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു. ഈ സാരിക്കൊക്കെ 400 ആണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് തുണികളുടെയൊക്കെ സാധനങ്ങളാണുള്ളത്, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആക്രി സാധനങ്ങൾ വിൽക്കുന്ന പോലെ പഴയ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കളവ് മുതൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് പോകാട്ടോ, നല്ലൊരു സ്ഥലമാണ് അത്. ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് അതൊക്കെ വരുന്നുണ്ട്. ഇവരിവിടെ എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ആദ്യം വലിയൊരു റേറ്റ് പറയും. പിന്നെ നമ്മൾ വില പറഞ്ഞിങ്ങനെ ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിറ്റിടുന്ന ഡ്രസ്സുകളും പിന്നെ അതേപോലെ തന്നെ ക്യാഷ്വലായിട്ട് നമ്മുടെ ജീൻസ് പാൻറ്റ്, ക്യാഷ്വലായിട്ട് ഷർട്ട് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്. ഇവിടെ പിന്നെ ലേഡീസിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഫാൻസി മാലകളൊക്കെ. ഈ മാലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സ്വർണം തന്നെ തോന്നും. അതേപോലത്തെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വീട്ടുപകരണങ്ങൾ അങ്ങനെയൊക്കെ തന്നെ കുറേ ഉണ്ട്. വില പേശി മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർ ആദ്യം നല്ല റേറ്റൊക്കെ പറയും. ഇപ്പോൾ ബേഗിനൊക്കെ ഒരു 700 രൂപയൊക്കെ പറയും. അതൊക്കെ വില പേശി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 300-നൊക്കെ കിട്ടും. 300-നുള്ളേ ഉള്ളൂ. അത് വേറെ കാര്യം, അവരിങ്ങനെ കൂട്ടി പറയുന്നു. പിന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടസ് സാധനങ്ങളുണ്ട്, കോസ്മെറ്റിക്സ്. നമ്മൾ AC കടകളിലൊക്കെ കയറി വാങ്ങുന്ന വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഫുട്പാത്തിൽ കിട്ടും. ഇവിടെ എല്ലാ വഴികളിലും പോലീസുകാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അക്രമങ്ങൾ കുറച്ച് കൂടുതലുള്ള കാരണം, പിന്നെ പോക്കറ്റടിയൊക്കെ കൂടുതലുള്ള കാരണം പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പോലീസുകാർ പിന്നെ വേറെ ഏതൊക്കെയോ വിങ്ങളുള്ള പോലീസുകാർ, പട്ടാളക്കാരെ പോലുള്ള യൂണിഫോമൊക്കെ ഇട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. എന്ത് പറയാനാ, നല്ല തെക്കും തിരക്ക്. ഇപ്പോൾ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് പോലീസ്. ആദ്യം ഞാൻ ബനശങ്കരി അമ്പലം കാണിച്ചിരുന്നല്ലോ. ഞാനിപ്പോൾ താമസിക്കുന്ന ബാംഗ്ലൂരുള്ള ബനശങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് നേരെ ഇവിടെ ചിക്പേട്ടയ്ക്ക് മെട്രോ ട്രെയിനിലാണ് വന്നത്. ജസ്റ്റ് ഇത്ര 20 രൂപ അങ്ങോട്ട് മെട്രോയിൽ ചാർജുള്ളൂ. മെട്രോ ചിക്പേട്ടയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഈ ഒരു തെരുവിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. അതായത് KR മാർക്കറ്റ് എന്ന് പറയുന്നത്. കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ പേര് വരുന്നത്. പിന്നെ ഇത് മാർക്കറ്റായ കാരണം എല്ലാവിധ സാധനങ്ങളും ഇവിടെ വിപണിയിലുണ്ട് കേട്ടോ. അതായത് എന്തും നമുക്കിവിടെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതൊന്നും ഇങ്ങനെ ക്ലിയറായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ പോകുന്ന പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിൽ കൂടെയാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് നേരെ കിടക്കുമ്പോഴാണ് നമ്മൾ ആ ആക്രി സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്തംഭിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത്രയും അധികം ടൂൾസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, അതായത് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വാർപ്പണിക്ക് ഇതിനൊക്കെ, അവർക്കൊക്കെ കുറേ ടൂൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ ടൂള് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു വിലയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇപ്പോൾ പലവിധം ടൂൾസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വാർപ്പണിക്കായാലും ഡ്രില്ലിങ്ങിൻ്റെ പണിക്കാണെങ്കിലും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ നോക്കിയും കണ്ടിട്ട് എടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സെല്ലർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് വേണം പറയാൻ. കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചീത്തയായ പോലെ അവർ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നോക്കിയും കണ്ടിട്ട് എടുക്കുക. പോകുന്ന വഴിയിൽ ഞാൻ ലാപ്ടോപ്പൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. 6000 രൂപയ്ക്കാണ് ലാപ്ടോപ്പ് വിൽക്കുന്നത്. റോഡ് സൈഡിൽ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മീതാണ് ലാപ്ടോപ്പൊക്കെ വിൽക്കുന്നത് കേട്ടോ. പച്ചക്കറി സാധനങ്ങളും ഇതൊക്കെ മുതൽ ലാപ്ടോപ്പ് വരെ ഇവിടെ അവൈലബിൾ ആണ്. എത്ര ആൾക്കാരാണല്ലേ ഓരോരോ സാധനങ്ങൾ വാങ്ങാനും അതേപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ വിൽക്കാനും വേണ്ടി വന്നിരിക്കുന്നത്. ഒരു ദിവസം തന്നെ എത്രയോ രൂപയുടെ കച്ചവടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിങ്ങനെ ആൾക്കാർ വില പേശി വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന നല്ലൊരു ലാഭമല്ല കുറഞ്ഞു പോകുന്നത്.
ശരിക്കും ഈ പച്ചക്കറികളൊക്കെ അവിടെ കുറച്ചും കൂടെ ഒന്ന് വില പേശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില കുറവിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി വില കുറവാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ, പക്ഷേ വില പേശി വാങ്ങുന്നവർ ഉണ്ട് കേട്ടോ. പച്ചക്കറികളുടെ അവിടെ നിന്ന് നേരെ പോകുന്ന ഫ്രൂട്ട്സുകളുടെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ഫ്രൂട്ട്സുകളുടെ കച്ചവടം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതലായിരിക്കണം ഇവിടെ കച്ചവടം ശരിക്കും നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ പാടുകളൊക്കെ കാണുന്നുണ്ട്. കാരണം ഒരു ഉച്ചയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ആൾക്കാരൊന്നും ഫ്രൂട്ട്സ് വാങ്ങാൻ വരില്ല. അപ്പോൾ ഏകദേശം ഒരു അവശിഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് മാർക്കറ്റ് കാണാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരെ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് പറയുക, നിൻ്റെ പേഴ്സ് മൊബൈല് എല്ലാം നീ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. അധികം പോക്കറ്റ് അടിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ മൊബൈലൊക്കെ ആരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോയാൽ പോലും നമുക്കിവിടെ ചോദിക്കാനുള്ള ഒരു അവകാശമില്ല. കാരണം അവരെല്ലാവരും വട്ടം വളഞ്ഞിന്ന് നമ്മളതിനെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ട്, അത് അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വോയിസ് ഇല്ല. അങ്ങനത്തെ കള്ളന്മാരുടെ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ പോയി വന്നതിന് ശേഷം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വേറൊരു സ്ഥലത്തെ റോഡാണ്, പക്ഷെ ഇവിടെ തുണിക്കച്ചവടം തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഈ റോഡിൽ കൂടെ വണ്ടികളൊക്കെ നല്ല രീതിയിൽ പോകുന്ന റോഡാണ് കേട്ടോ. അവിടെ സ്ട്രീറ്റിലേക്ക് ഇറക്കിയിട്ടാണ് ഇവർ കച്ചവടം നടത്തുന്നത്. ഇത് കുറച്ചും കൂടി തിക്കും തിരക്കുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് നമുക്ക് ഒരുവിധ എല്ലാ ടൂൾസും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വിലകളൊന്നും ഞാൻ ഓരോന്നും കൃത്യമായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. ഇനി മൂട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങളുണ്ടോ എന്നറിയില്ല. ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വരിക. ഞായറാഴ്ചയാണ് ഈ പരിപാടി ഉള്ളത്. ഞായറാഴ്ച വന്നിട്ട് വാങ്ങാം. ഇവിടെ എല്ലാവിധ ടൂൾസും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ അത് പണിക്ക് പോയവർക്കാണ് അറിയുള്ളൂ ആ ടൂളിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ പലപ്പോഴും ഈ പണിക്ക് പോകുന്ന ആൾക്കാരെ വാടകയ്ക്കൊക്കെ വലിയ വില കൊടുത്ത് വാടകയ്ക്കൊക്കെ മേടിക്കും. ഇപ്പോൾ ഒരു സൈറ്റിൻ്റെ വർക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ദിവസം നമ്മളൊരു ടൂള് നമ്മൾ വാടകയ്ക്ക് എടുക്കണം, അതിൻ്റെ റെൻറ്റും കൊടുക്കണം. അപ്പോൾ അത് എന്തെങ്കിലും ചീത്തയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ടൂള് മേടിക്കുക എന്നുള്ളത് ഒരു പണിക്കാരൻ്റെ ഒരു ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡെങ്കിലും നമുക്കൊരു ടൂള് കിട്ടിയാൽ മതി എന്നുള്ളത്, ഒരു പണിയായുധം കിട്ടിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് സാധനങ്ങൾ മേടിക്കുക, നോക്കി മേടിക്കുക. അതിൻ്റെ കാശ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം ഞാനിതേപോലെ കൂലിപ്പണിക്ക് കുറേ പോയിട്ടുള്ളതാണ്. അതായത് പല പണികൾക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ടൂള് കിട്ടാതെ എന്താ പറയുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ വാടകയ്ക്ക് എടുത്തിട്ട് പോയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് പണിക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഉപകാരപ്പെടുള്ളൂ. പിന്നെ നമ്മൾ ജിമ്മിന് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഡമ്പൽ സാധനങ്ങൾ, അതൊക്കെ ഇവിടെ ഞാൻ കുറേ കണ്ട്. ഇത് ലാപ്ടോപ്പിൻ്റെ ഒരു സെക്ഷനാണ്. എനിക്ക് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചിരി വന്ന്. തെരുവിലൊരു ഡെസ്ക് ഇട്ടിട്ട് അതിൻ്റെ മീതെ ലാപ്ടോപ്പ് വെച്ചിട്ട് കച്ചവടമാണ്. വാറൻ്റിയൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ യാതൊരു പരിചയം പിന്നെ ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളെത്തി. അവിടെ ഞാൻ പല സാധനങ്ങളും കണ്ടുവിട്ടു. നമ്മുടെ പഴയ ക്യാമറ ഒക്കെ ഞാൻ കണ്ടു. ഇത് വർക്കിങ്ങാ ഇവിടെ ഇങ്ങനെ ആക്രി പോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു പായൊക്കെ വിരിച്ചിട്ട് അതിലിങ്ങനെ റോട്ടിൽ തന്നെ ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോവാം. ഇതെന്തിനാണ് ഇങ്ങനെ വിരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം പഴയ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ, അത് ആരെങ്കിലും മേടിക്കുമോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. ഇതൊക്കെ കണ്ട കുക്കറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കുക്കറുകളാണ് കേട്ടോ. ചാർജ് ഉണ്ടോ? ചാർജ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ ഇങ്ങനെ പറക്കി കൊണ്ടുപോകുമല്ലോ. ആ പറക്കി കൂടുന്ന ആൾക്കാർ സ്ക്രാപ്പായിട്ട് ഇങ്ങനെ വല്ല സ്ഥലത്തേക്കും വിൽക്കുന്നുണ്ടാവും. അവരെല്ലാവരും കൂടി ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇത് വീണ്ടും ജനങ്ങളിലേക്ക് തന്നെ കൊണ്ടു കൊടുക്കുന്നൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാധനം കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണതിൽ ഉടക്കിപ്പോയി. ബൈക്കിൻ്റെ കണ്ണട. എൻ്റെ ബൈക്ക് യൂണിക്കോണാണ്. അതിൻ്റെ കണ്ണട പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി. പെട്ടെന്ന് ബൈക്കൊക്കെ ഓർമ്മ വന്നു. ഇനി നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനി ബൈക്ക് ഓടിക്കാനൊക്കെ പറ്റുള്ളൂ.
എനിക്കിങ്ങനെ കുറേ നടന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ മൗസോ അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ചെറിയൊരു സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് ഉപയോഗശൂന്യമാവും. അപ്പോൾ ആ ഒരു ചെറിയൊരു ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫുള്ള് ആ ഒരു ഉപകരണം തന്നെ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം മേടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ചെറിയൊരു പാർട്ട് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്ക്രാപ്പുകൾ വിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നല്ലൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ മെമ്മറി കാർഡും അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഈ ഹെഡ്സെറ്റൊക്കെ വിൽക്കുന്നുണ്ട്. അത് വർക്കിംഗ് ആണോ എന്നറിയില്ല. പിന്നെ ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ പഴയ ക്യാമറകൾ, നമ്മൾ ഫിലിം ഇട്ടിട്ട് അടിക്കില്ല അങ്ങനത്തെ ക്യാമറകൾ, പിന്നെ ഇതേപോലെയുള്ള ഡിജിറ്റൽ ക്യാമറകൾ. ഞാൻ പണ്ട് കാലത്ത് ഇതേപോലെ സോണിയുടെ സൈബർ ഷോട്ട് ഡിജിറ്റൽ ക്യാമറ മേടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ നടന്നില്ല. അന്ന് തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ക്യാമറ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അന്ന് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. എന്തോ ഒന്നും നടന്നില്ല. ഇപ്പോഴും നല്ലൊരു ക്യാമറ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു ഗോപ്രോ ഒക്കെ മേടിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഗോപ്രോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ക്യാമറ എന്തെങ്കിലുമൊക്കെ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നടക്കില്ല. ഒക്കെ നമ്മുടെ ഈ മൊബൈലിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഴയ സാധനങ്ങൾ നമ്മൾ മറ്റേ പാട്ട് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വിറ്റ് ഒഴിവാക്കില്ല, അതേപോലത്തെ സാധനങ്ങളാണ് ഇവിടെ ഒക്കെ വിൽക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 11 മണി മുതൽ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആവാറായി. ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ല. അത്രയും സ്ഥലങ്ങളുണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത, ഇവിടെ ഏത് കടയുടെ മുന്നിൽ നിന്നുണ്ടെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എന്ത് പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയാണെങ്കിലും ഡിമാൻഡ് ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും വെറുതെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാർ അവിടെ ചെന്ന് നിൽക്കണത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുക്കറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പഴയ കുക്കറുകളാണ്. അതിന് കഴുകിയിട്ട് പോലും ഇല്ല. ആ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുന്ന് വെച്ചിരിക്കുന്നുണ്ട്. ഇത് സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഒക്കെ ഈ യൂസ്ഡ് സാധനങ്ങളാണ് കേട്ടോ. സ്മാർട്ട് വാച്ച് വർക്ക് ചെയ്യണമെന്നറിയില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും നമ്മുടെ പിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. പഴയ ക്യാമറകൾ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. വർക്കിംഗ് ആണെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ ഉറപ്പൊന്നുമില്ല. കയ്യിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് ചീത്തയാവാം. ഞാൻ കർണാടകയിലെ പല സ്ഥലത്തേക്ക് കൂടി യാത്ര ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ ഉള്ളവർക്ക് പുനീത് രാജ്കുമാറില്ലേ കന്നഡ നടൻ, അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. ഇവിടെ പല സ്ഥലത്തും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിക്പേട്ടയിൽ വന്നപ്പോൾ ഇവിടെയുണ്ട് അങ്ങനൊരു പ്രതിമ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30-5 മണി ആവാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ കടകളൊക്കെ അടയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാലൻസ് വന്ന സ്റ്റോക്ക് എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വില കുറച്ച് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജീൻസിൻ്റെ പെയിൻറ്റ് ഒരു 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് രാവിലെ പറഞ്ഞ പെയിൻറ്റുകളൊക്കെ ഇപ്പോൾ വെറും 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ജസ്റ്റ് 50 റുപ്പീസിന്.